ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്. പൊൻകുന്നം CMS LP സ്കൂളിലാണ്. എന്തായാലും പോളിംഗ് നടപടികളെല്ലാം ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള 6 മണി കഴിഞ്ഞിരിക്കുന്നു. നടപടിക്രമങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. എന്നാൽ പോലും ക്യൂവിൽ നിൽക്കുന്നവർക്കുള്ള വോട്ടവകാശം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീവാറുന്ന പോരാട്ടം, കടുത്ത പോരാട്ടം, വാക്കുകൾക്ക് എന്ത് വിശേഷം നൽകണമെന്നറിയില്ല. അത്രമാത്രം കഴിഞ്ഞ 1.5 മാസക്കാലമായി പോരാട്ടമായിരുന്നു. UDFിലെ സിറ്റിംഗ് MP ആൻ്റോ ആൻ്റണിയും LDFിലെ ഡോക്ടർ തോമസ് ഐസക്കും NDAയിലെ അനിൽ കെ ആൻ്റണിയും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം. ഒരു ത്രികോണ പോരാട്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആവേശം അങ്ങനെ പ്രവർത്തകർക്കൊക്കെ വലിയ ആവേശമായിരുന്നു ഇതിൻ്റെ ആ ഒരു അവസാന നാൾ. അതോടൊപ്പം തന്നെ ഒട്ടേറെ വിവാദങ്ങളും ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് ദിവസവും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് തലേന്നുമൊക്കെ നിരവധി വിവാദങ്ങളും അതുപോലെ തന്നെ അപവാദ പ്രവർത്തനങ്ങളും ഒക്കെ അപവാദ പ്രചരണമൊക്കെ ഉണ്ടായ ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. എന്തായാലും ആ ഒരു എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഒരു ആവേശം ഈ പറഞ്ഞ പോലെ ഈ മണ്ഡലത്തിൽ 4ാം തവണയും വിജയിക്കാനിറങ്ങിയ ആൻ്റോ ആൻ്റണിയും അതുപോലെ തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ തോമസ് ഐസക്കും പുതിയ മാർഗത്തിലൂടെ, അതായത് ഒരു പുതിയ NDAയുടെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരു പാർട്ടി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ NDA ഏറ്റവും കൂടുതൽ 2 ലക്ഷത്തിലും പരം വോട്ടുകൾ നേടിയുന്ന, അപ്പം വലിയ ശക്തി തെളിയിച്ച NDA. അങ്ങനെ എല്ലാ തരത്തിലും ഒരു വലിയൊരു പോരാട്ടമാണ് നമുക്ക് പത്തനംതിട്ടയിൽ കാണാൻ സാധിക്കും. എന്തായാലും ജനാധിപത്യം വലിയൊരു ആഘോഷമാക്കി മാറ്റി ഇവിടുത്തെ എല്ലാ വോട്ടർമാരും. അതുകൊണ്ട് തന്നെ നമ്മളും വലിയൊരു സന്തോഷമായി ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റി. ഇത്രയും പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ച് ഏതാണ്ട് 4-5 ജില്ലകളിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചു. അതിൻ്റെ എല്ലാ ഒരു സന്തോഷമൊക്കെ നമുക്കുണ്ട്. എന്തായാലും വലിയ ഒരു ആവേശം നമുക്ക് കാണാൻ സാധിച്ചു ഈ പോളിംഗ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഈ പത്തനംതിട്ടയിലെ ഈ ഒരു ഇതോടുകൂടി തന്നെ നമുക്ക് ഇന്ന് ഈ 6 മണി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പോളിംഗ് എല്ലാം അവസാനിക്കുന്നു. അതായത് ക്യൂവിൽ നിൽക്കുന്നവർക്കും വോട്ടവകാശം, അതായത് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇവരെല്ലാം അവസാനവട്ട ഇനി പോളിംഗ് എല്ലാം ഒതുക്കിയതിന് ശേഷം അതിൻ്റെ മെഷീനും അതിൻ്റെ ഉള്ള ബാക്കിയുള്ള ക്ലോസിംഗ് ഉൾപ്പെടെ കാര്യങ്ങളുള്ള തിരക്കിലോട്ട് പോവുകയാണ്.